പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ഗൗരവമുള്ളൊരു വാർത്തയിലേക്കാണ് ഇനിയും പോകുന്നത്. മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ച ദളിത് യുവാവിന് ക്രൂരമർദ്ദനം. കോഴിക്കോട് പെരുവയിൽ സ്വദേശി ജിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ പന്തിരങ്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അനഘ ഹർഷൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. മുസ്ലിം പെൺകുട്ടിയെ സ്നേഹിച്ചതിന്റെ പേരിൽ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് 22 വയസ്സുകാരൻ ജിഷ്ണുവിന് ഏൽക്കേണ്ടി വന്നത്. ഒരു ഘട്ടത്തിൽ തന്നെ കൊലപ്പെടുത്തുമെന്ന് പോലുമുള്ള ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയിരുന്നു എന്നുകൂടി ജിഷ്ണു പറയുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത് അന്ന്? ഞാൻ സ്നേഹിക്കുന്ന ആ കുട്ടീൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അപ്പം എന്തായിന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവളെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയതാണ്. മണക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക്. ആ സ്ഥലത്തേക്ക് പോയി ഞാനും എൻ്റെ ഒരു അളിയുണ്ടേനി. അളിയനും ബാങ്കിൽ പോണ വഴിക്ക് അങ്ങോട്ട് പോയി. ഞങ്ങളിങ്ങനെ മണക്കടവിലേക്ക് വണ്ടി നിർത്താൻ പോലും നിർത്തിയതും ഒരു കാറ് വന്ന് ഓവർടേക്ക് ചെയ്ത് മുമ്പിലേക്ക് നിർത്തി. അങ്ങനെ കാറിൽ നിന്ന് രണ്ടാളെ ഇറങ്ങിയിട്ട് എന്നെ മോന്തയ്ക്ക് അടിച്ച് പിന്നെ ടീഷർട്ട് കഴിഞ്ഞിട്ട്, അതായത് ജിഷ്ണുവിനെ കാറിൽ കയറ്റിയോ? അവരെ കാറിൽ കയറ്റിയോ? കയറ്റി പിടിച്ച് കാറിലേക്ക് ഇട്ട് എന്നെ മോന്തയ്ക്ക് അടിക്കലും കുത്തലും ഒക്കെ ഇതായിട്ട്. എന്തായിരുന്നു അവർ? ആരൊക്കെയായിരുന്നു? ഈ പെൺകുട്ടി മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടതാണ്. ആരൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്നത്? ഓലെ ഫാമിലി തന്നെ. ഇപ്പ മാമന്മാരൊക്കെ അളിയനൊക്കെ കാറിൽ. അതിനുശേഷം അവരെന്താണ് ഈ മർദ്ദിക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞിരുന്നത്? സമയത്ത് മറ്റേ നമ്മൾ ഇന്നെ മാനസികമായി തളർത്തി എൻ്റെ മേൽ മുഴുവൻ ഇടിച്ച് ഇത് ഉപദ്രവിച്ച് എന്നെ മുഴുവൻ ഉപദ്രവിച്ച്. അപ്പോൾ ഓലിങ്ങനെ പറയുന്നത് ആ മുസ്ലിം പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിനെ പറ്റി അനക്ക് ഇതാണോ അനക്ക് വേണ്ടത്, നിങ്ങളതിലേക്ക് ഇതാക്കാനാണോ എൻ്റെ തീരുമാനം, അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചത്. ഞാൻ ഇങ്ങനെ അല്ലാന്നിങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഓലൊന്നും കഴിയില്ല. ഓല് മർദ്ദിച്ചുകൊണ്ടാണ് എന്നോട് ഇതിങ്ങനെ ചോദിക്കുന്നത്. മേലൊക്കെ ഇടിച്ച് കണ്ണിനും ഇവിടെ ഒക്കെ ഇടിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. മർദ്ദനത്തിന് ശേഷം പിന്നെ അവരെവിടെയാണ് ജിഷ്ണുവിനെ കൊണ്ട് ഇറക്കുന്നത്? എവിടെയാണ്? തിരിച്ച് മണക്കടവിലേക്ക് തന്നെ എന്നെ എത്തിക്കേന്. അതിൻ്റെ ഇടയിൽ എൻ്റെ കഴുത്തിൽ കത്തി വെച്ച് എന്നെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കലും, കള്ളാണ്, കഞ്ചാവാണ്, പിന്നെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്, വേറെ പെണ്ണായിട്ടുണ്ട്, നീ വീഡിയോയിൽ ഈ പറയണം, എന്നാലും ഓള് വിശ്വസിക്കുള്ളൂ, ഞാൻ തന്നെ ഓളെ മുമ്പ് പോയി ഇങ്ങനെയൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് പോലും. പിന്നെ വേറെ നാട്ടിലെ ഗ്രൂപ്പിലിടും, വൈറലാക്കും എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ എടുത്തിച്ച് കുറേ കോമാളിത്തരനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ. കാറിൽ കയറിയപ്പോൾ തന്നെ മർദ്ദനം പോലും തുടങ്ങിയിട്ടുണ്ട്. റണ്ണിങ്ങിലായിരുന്നു, വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കേനി. അങ്ങനെ മണക്കടവിന്ന് ബൈപ്പാസ് റോഡ് അങ്ങോട്ട് കടന്ന് ആ ബൈപ്പാസ് ഇങ്ങനെ രാമനാട്ടുകര വഴി ഇങ്ങനെ കറങ്ങി ഹൈലൈറ്റ് മാളിൽ കൂടെ പിന്നെ കുറ്റിക്കാട്ടൂർ പോയി പിന്നെ മണക്കടവിലേക്ക് വരികയും അപ്പോഴൊക്കെ മർദ്ദിക്കുകയും. അതിനുശേഷം പിന്നീട് പോലീസിൽ പരാതി കൊടുത്തോ? പരാതി കൊടുത്തു. അപ്പോൾ അന്ന് തന്നെ പരാതി കൊടുത്തു. അതിനുശേഷം പിന്നീട് പെൺകുട്ടിയെ ബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ പോലീസ് നടപടിയൊക്കെ കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണോ തോന്നുന്നത്? ഇല്ല, അതിനുശേഷം വണ്ടീൻ്റെ നമ്പറൊക്കെ കൊടുത്ത, പക്ഷെ ഒരു വിവരം കിട്ടിയില്ല. ഓല് നാട്ടിലില്ല അങ്ങനെയൊക്കെ പറയുന്നത്. എന്താ അറിയില്ല. ഇനി എന്താണ് ജിഷ്ണുവിനിപ്പം വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പം മുന്നോട്ടൊരു ഭയം ഉണ്ടോ? ഇനിയും ഇങ്ങനെ ആക്രമിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണോ വിചാരിക്കുന്നത്? ഇനി ഓല് പറഞ്ഞിട്ട് ഇത് പുറത്ത് പറഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെയും കുടുംബക്കാരെയും ഒക്കെ ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ പെൺകുട്ടിയുമായിട്ട് പിന്നീട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് ഈ ജിഷ്ണുവിനെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ പെൺകുട്ടി എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് വീട്ടുകാർ പ്രശ്നമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന 2 പ്രാവശ്യം മുമ്പ് ഇറങ്ങി വരാൻ നിന്നതാണ് പെൺകുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ് ആയില്ല, വീട്ടിലൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പിടിച്ചന്ന് രാത്രി എനിക്ക് മെസ്സേജൊക്കെ അയച്ചിനി. തെളിവൊക്കെ എൻ്റെ ഫോണിലുണ്ട്. എൻ്റെ ഫോണൊക്കെ ഓല് തട്ടി പറിച്ചു കൊണ്ടുപോയി. ഒരു പിന്നെ തരില്ലാന്നൊക്കെ പറഞ്ഞു ഫോണ്. ഓക്ക് സമ്മതമാണ്, എൻ്റെ കൂടെ വരാൻ സമ്മതമാണ്. അതിന് സമ്മതിക്കേറ്റാണ് എന്നെ കൊണ്ട് അങ്ങനെ ഓളെ മുമ്പ് പോയി പറയിപ്പിക്കാൻ എന്നെ മർദ്ദിച്ച് ഇതാക്കിയത്. അതായത് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മറ്റ് ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല പ്രശ്നം, ഇപ്പം മതമാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെയാണ് പ്രശ്നം എന്നുള്ളതാണ്. അതൊക്കെയാണ് ഓര് പറയുന്നത്. അന്യമതത്തിൽപ്പെട്ട സ്നേഹിച്ച്. എന്തായാലും ജിഷ്ണു നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് ജിഷ്ണു പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകണം. ഇനി കുടുംബത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമം ഉണ്ടാകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറമാൻ പ്രക്ഷോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.